മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇനി എന്തൊക്കെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും ഇതൊരു ആശ്വാസ വിജയം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. കാര്യം ഇങ്ങനൊരു വിജയം ആഗ്രഹിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു, ഞാൻ അത് ലഭിച്ചു എന്നുള്ളതാണ് കേട്ടോ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി മത്സരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ആൻഡ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് എന്ത് തന്നെയാണെങ്കിലും വിയോജിപ്പാണെന്നുണ്ടെങ്കിലും യോജിപ്പാണെങ്കിലും അത് താഴെ കമൻ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എഗൈൻ വെൽക്കം ബാക്ക്. ദിസ് ഇസ് RJ ആൻറ്റപ്പൻ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി മത്സരം വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയോടാണ്. ചെൽസി ജയിക്കണം എന്നാണ്. ചെൽസി ഈ സീസണിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. പിന്നെ പ്രഡിക്ഷൻസ് ഒക്കെ വെറും ഒരു പ്രഡിക്ഷൻസ് മാത്രമാണ്. നമുക്ക് കളി തുടങ്ങി സീസൺ വരുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പിന്നെ ഇതിൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരം, അതാണ് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ ഉണ്ടല്ലോ, ഒരു മോശമായ രീതിയിൽ അവസാനിക്കുന്നു. കോച്ച് വരുന്നു, നിങ്ങളുടെ ഈ മോശം സമയമെല്ലാം അവസാനിക്കുകയാണ്, ഇനി വരാൻ പോകുന്നത് നമ്മുടെ നല്ല സമയമാണ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഫാൻസും വിശ്വസിക്കും, ആഗ്രഹിക്കും. അതുണ്ടായിട്ടുണ്ട്. ആൻഡ് അത് യുണൈറ്റഡിനോട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സാധനം വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് കാര്യം. പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു 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 സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന യുണൈറ്റഡിനെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകളായിട്ട് തന്നെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ അവർ മോശമാണെന്നുണ്ടെങ്കിലും അവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആവട്ടെ, അവരുടെ ഒരു ഫുട്ബോളിംഗ് കൾച്ചർ ആവട്ടെ, സ്റ്റേഡിയം ആവട്ടെ, അവരുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, എന്ത് കോച്ചും പറയുന്നു, നല്ല സൈനിങ്ങുകൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ സീസൺ അവരൊരു ഒരു ഒരു വരവ് അറിയിക്കുന്ന ഒരു സീസൺ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനും ഇപ്പോൾ മറ്റുള്ളവർ പോലെ തന്നെ ഈ സീസണിൽ അങ്ങ് യുണൈറ്റഡ് വന്ന് മല മറിക്കുമെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നെങ്കിലും യുണൈറ്റഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സിനെ എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോച്ചിൻ്റെ അണ്ടറിൽ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന പോലെ ആ ടീം ഒന്ന് സിങ്കായി വരാൻ ചിലപ്പോൾ കുറച്ച് സമയമാവും എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ പ്രഡിക്ഷൻ. പക്ഷേ ഇതൊന്നും കാണാൻ പറ്റിയില്ല. യുണൈറ്റഡ് വീണ്ടും എവിടെയായിരുന്നു അതിലും പിന്നെയും താഴേക്ക് പോകുന്നത് പോലെയാണ് പല സമയങ്ങളിലും അവരുടെ മത്സരങ്ങളിൽ ഉണ്ടായത്. ഇന്നലത്തെ മത്സരം ചെൽസി മത്സരത്തിനെതിരെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ റെഡ് കാർഡ് കിട്ടി, ഒരാൾ കുറയുന്നു, അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് 2 ഗോൾ അടിച്ച് ഏകദേശം ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് എന്താ പറയുക യുണൈറ്റഡിന് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നു. പിന്നീട് ഒരു ഗോളും കൂടെ അടിച്ച് അല്ലെങ്കിൽ ഒന്ന് സേഫായിട്ട് നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് കിടക്കണ ഒരു റെഡ് കാർഡുമായിട്ട് യുണൈറ്റഡ് വീണ്ടും കളി കൊണ്ടേ കളയുമോ എന്നുള്ളൊരു രീതിയിലൊക്കെ പോകുന്നു. പിന്നെ ചെൽസി, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മത്സരത്തിൽ ചെൽസി പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കളി കൊണ്ടേ കളഞ്ഞതെന്ന് പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ പലരും ഞാൻ കണ്ടിട്ടുള്ളതാണ്, താഴെ നമ്മൾ ഈ എക്സിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അജാതി വെറ്റ് ഗ്രൗണ്ടായിരുന്നു, ഒടുക്കത്ത മഴയും വെള്ളവും, ചില സമയത്തൊക്കെ ബോളൊക്കെ നീങ്ങുന്നത് ഉദ്ദേശിക്കുന്ന പോലെ പാസ് പോവാത്തത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന യുണൈറ്റഡിൻ്റെ സീസണിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്, ഒരു ചിരി തന്ന വിജയമാണ്. പക്ഷെ അതിനെ എത്രമാത്രം ആഘോഷിക്കാൻ പറ്റും, എത്രമാത്രം ഈ ഒരു മത്സരത്തിലെ വിജയം കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സീസൺ അടിപൊളിയായിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം ചിഹ്നമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കാര്യം അതിൽ പെർഫോമൻസും ബാക്കി കാര്യങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഈ വിജയം യുണൈറ്റഡിന് വേണ്ടി കിട്ടി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഞാനതൊരു വിജയത്തെ കുറച്ചാക്കി കണ്ട് പറഞ്ഞതല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ അതൊരു വിജയമായിരുന്നെങ്കിലും അത് ശരിക്കും അങ്ങോട്ട് കളിച്ച് ജയിച്ചതാണോ, അല്ലെങ്കിൽ ഈ മഴ കാര്യങ്ങൾ ഈ സിറ്റുവേഷൻ എല്ലാം കൂടെ വന്നത് കൊണ്ട് പറ്റിപ്പോയതാണോ എന്നുള്ള രീതിയിലൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് ഇനി എന്ത് തന്നെയാണെങ്കിലും ചെൽസിയെ പോലത്തെ ഒരു ടീമിന് റെഡ് കാർഡ് കിട്ടി, നമ്മൾക്ക് ജയിക്കാൻ പറ്റി എന്നുള്ളതൊരു പോസിറ്റീവ് സൈഡായിട്ട് എടുത്ത് ഇനിയുള്ള മത്സരങ്ങളിൽ ഈ പറയുന്ന പോലെ തന്നെ നെഗറ്റീവ്സിനെ എല്ലാം കളഞ്ഞ് ഉഷാറാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. ഇതാണ് എനിക്ക് ആ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. പക്ഷേ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഷ്ടകാൽ കൊട പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു തോൽവി ലൈനിലേക്ക് മാറുന്നുണ്ട്. അതിനിടയിൽ അവർക്ക് റെഡ് കാർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു ഒരു നെഗറ്റീവ് സംഭവമാണെന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ചെൽസി വിൽ ബി കമ്മിങ് ബാക്ക് വെരി സൂൺ, സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തെക്കുറിച്ചും ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗിൽ ആരടിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടുക, വിയോജിപ്പാണ് തോന്നിയെന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പിന്നെ സൈനിങ് ഓഫ് ചിൽ കുപ്പിച്ചിൽ.